കീനാവും കണ്ടിരിക്കും ബീവി കശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ദൂരിയാൾ മുഹബ്ബത്തിൻ മധുരത്തേവി മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി കുശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി കശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ദൂരിയാൾ മുഹബ്ബത്തിൻ മധുരത്തേവി മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി റസൂലരെ കനവിൽ കണ്ട് നമുക്ക് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കോയമ്പേച്ച് നല്ല ഉയിച്ചിലും 2 മണിക്കൂറാണ് മൊത്തം. 2 മണിക്കൂറുണ്ട് കുളി അടക്കം 2 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക. കുളിയും കഴിഞ്ഞ് മുടിയൊക്കെ വാർന്ന് കൺവശിട്ട് ഇല്ലിട്ട് മുടഞ്ഞേരും മുടി മുടഞ്ഞേരും കൺവശി ഒക്കെ ഇട്ട്. സഖ്യ ആയുർവേദം. എവിടെ സ്ഥലം? കൊയിലാണ്ടി. നമ്മള് കൊടുക്കണ കൊയിലാണ്ടി എറണാകുളത്തൊക്കെ ഉണ്ടാവും അല്ലേ? കോഴിക്കോട് ഒക്കെ നമ്മളടുത്താണല്ലോ കൊയിലാണ്ടി കോഴിക്കോടൊക്കെ. കുഞ്ഞോളെ രാവിലെ നീക്കുമ്പോ തന്നെ എങ്ങനെയൊക്കെ ഫുഡ് വൈകുന്നേരം വരെ കടക്കണത് വരെ ഫുഡുകൾ എങ്ങനെ? രാവിലെ ഞാൻ എന്തായാലും ബൂസ്റ്റോ ഹോർലിക്സോ പിന്നെ മുട്ടയും പഴം അത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ. പിന്നെ 9 മണിയാകുമ്പോൾ നീച്ച് സാധാ നമ്മൾ ചായ ഉണ്ടാക്കൂലോ, ചായയും കടിയും കുടിച്ചുകൊണ്ട് കുളിച്ചാൽ വേണ്ടി പോകും. അത് കഴിഞ്ഞിട്ട് ഉലുവ ചോറുന്നു കറക്കും. പിന്നെ ഉച്ചക്കും കുറച്ച് ചോറുന്നു. ചോറ് കുറച്ച് അടുക്കല്. പിന്നെ വൈകുന്നേരം എന്തേലും ബ്രെഡോ ഓട്സോ അങ്ങനെ എന്തേലും തിന്നും. ഫ്രൂട്ട്സ് എന്തേലും ഉണ്ടെങ്കിൽ അതും തിന്നും. പിന്നെ രാത്രി ചോറൊന്നലില്ല, ചെറുപയർ എന്തേലും ഉണ്ടാക്കി ഇങ്ങനെ തിന്നും. ജ്യൂസും കുടിച്ചു. ചോറ് കുറവാക്കി തിന്ന് തടിയൊക്കെ ഉണ്ടല്ലോ. അവ നല്ല പച്ചക്കറി ഉണ്ടെങ്കിൽ ഉപ്പേരിയാള് തിന്നാൻ അങ്ങനത്തെ ചോറ് കുറച്ചാക്കി. അത് നല്ലതാണ്, പാലും ഉണ്ടാവും, തടിക്കും കേടില്ല. ഇറച്ചിയും മീനൊന്നും കൂട്ടലുണ്ടാവില്ല അല്ലേ? അത് ഇപ്പൊ ഇന്നലെ വരെ കൂട്ടിയില്ലായിരുന്നു, അരിഷ്ടണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കട്ടായിരുന്നു അരിഷ്ടം കുടിക്കുമ്പോൾ. ഇപ്പൊ അത് കഴിഞ്ഞു, ഇന്നലത്തോട് കൂടി കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് കൂട്ടി. പിന്നെ പച്ചക്കറിയാണ് കൂടുതൽ ഇഷ്ടം. ഇറച്ചി മീനില്ലാതൊക്കെ ഉപ്പേരികളുണ്ടെങ്കിൽ അതൊന്നും അതിനൊക്കെ ഉണ്ട്, അല്ലാതെ ഉണ്ട്. ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന്